ഹലോ, ഇന്നെൻ്റെ കയ്യിലൊരു പോട്ടാണ് കിട്ടിയിരിക്കുന്ന, ഒരു ക്യൂട്ട് പോട്ട്. കഴിഞ്ഞ ദിവസം ഓഫീസിലോട്ട് നടന്നു പോയപ്പം ആ വഴി കിടക്കുന്ന കണ്ടതാണ്. 2-3 ദിവസം ഞാനത് കണ്ടു. അപ്പം പിന്നെ ഒരു ദിവസം ഞാൻ അതിനെ ഇങ്ങ് ബാഗിനകത്താക്കി കൊണ്ടുവന്നു. ഇപ്പം ഞാനിതിനെ പെയിൻ്റ് അടിക്കാൻ പോവാണ്. പെയിൻറ്റിങ്ങിനെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ ആദ്യം വെള്ള അടിക്കുക, പിന്നെ നീല അടിക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ ചെയ്യുക. ഇതാണ് എൻ്റെ പദ്ധതി ഇരിക്കുന്നത്. എത്രത്തോളം മനോഹരമാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബഡ്സ്, സ്പോഞ്ച് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പെയിൻറ്റ് ചെയ്തത്. അപ്പം ഞാനിത് പോട്ടിനെ നനയ്ക്കാൻ കൊണ്ടുപോയേക്കുക. നനയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എന്നുവെച്ചാൽ ഇത് നല്ല ഡ്രൈ ആയതുകൊണ്ട് ജസ്റ്റ് നനച്ച് കഴിഞ്ഞിട്ട് ആകുമ്പം പെയിൻ്റ് അടിക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ കോട്ടിങ് അടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചത്. അപ്പം വെള്ളം കൂട്ടി അടിച്ചത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കളറ് വന്നിട്ടില്ല. എൻ്റെ പുതിയ ടേബിളിൽ പെയിൻറ്റ് വീടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഇനി ബാക്കി വീഡിയോസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ വെള്ള പെയിൻറ്റ് ആദ്യത്തെ ഒരു കോട്ടിങ് കഴിഞ്ഞ് ഞാൻ ടേബിളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വെള്ളം കൂട്ടാതെ ഒന്നും കൂടെ കട്ടിയായിട്ട് അടിക്കാൻ പോവുകയാണ്. സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട്, വേഗം ചെയ്തു തരാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ള് ഞാൻ പല സമയങ്ങളായിട്ട് എടുത്താണ്. രാവിലെ, രാത്രി, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ദിവസം വൈകുന്നേരം, അങ്ങനെ പല സമയങ്ങളായിട്ട് എടുത്തതാണ്. അപ്പം ഈ വെള്ള പെയിൻറ്റ് അടിക്കുന്ന മുഴുവൻ രാവിലെ അബദ്ധവശാൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വെള്ള പെയിൻ്റ് അടിച്ച് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോറി വെള്ള പെയിൻറ്റ് അടിക്കല്ലോ, നമ്മൾ വെള്ള പെയിൻറ്റ് തേച്ച് വെക്കല്ലേ ചെയ്യുന്നത് സ്പോഞ്ച് വെച്ചുകൊണ്ട്. അപ്പം ഇത് ഏകദേശം തീർന്നു. അപ്പം ഞാനിങ്ങനെ വട്ടം കറക്കിയൊക്കെ പെയിൻറ്റ് അടിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ സ്ഥലത്തും വരണ്ടേ. അങ്ങനെ നമ്മുടെ ക്യൂട്ട് പോട്ട് ഏകദേശം വെള്ളപ്പോട്ടായി മാറിയിട്ടുണ്ട്. വെളുത്ത് പെയിൻ്റ് അടിച്ച് വെള്ളക്കുട്ടനായിട്ട് ഇപ്പോൾ ഇരിക്കാൻ പോവാണ്. ഇത് ഞങ്ങളടുത്ത വൈകുന്നേരമാണ്. വെള്ളക്കുട്ടനായിട്ട് നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോട്ടിനെ ഞാൻ ഒരു കറുത്ത പെയിൻ്റ് എടുത്ത് അടിക്കുകയാണ്. രാവിലെ ചെയ്ത മണ്ടത്തരം വൈകുന്നേരം ഞാൻ ചെയ്തിട്ടില്ല. വെള്ളം കൂട്ടാതെ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം മൊത്തം കറുത്ത പെയിൻറ്റ് അടിച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മേൽഭാഗം കൂടെ അടിക്കാനുള്ളൂ. അപ്പം അത് എങ്ങനെ അടിക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കമത്തി വെച്ചു. അങ്ങനെ ഏകദേശം കറുത്ത പെയിൻറ്റ് നമ്മൾ അടിച്ച് തീർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മേൽഭാഗം അടിക്കാൻ വേണ്ടി ഇച്ചിരി നേരം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പം മേൽഭാഗവും കൂടെ കറുത്ത പെയിൻറ്റ് അടിച്ചു. ഞാൻ എൻ്റെ വെള്ള പെയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ പറ്റിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാനാ. അങ്ങനെ ഈ ടിഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകുന്നുണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവച്ചത്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫ്ലവേഴ്സ് പോലെ ബഡ്സും കൊണ്ടാണ് ചെയ്യുന്നത്. നീല, വെള്ള ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് രണ്ടും ഒരുമിച്ച് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് ജസ്റ്റ് രണ്ട് സ്ഥലത്തും നീലയിലും വെള്ളയിലും മുക്കിയിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു പൂ പോലെ ആക്കുന്നു. അങ്ങനെ ഞാൻ മൊത്തമാക്കി. മുന്നത്തെ 2 തവണയും നമ്മൾ ചെയ്തതുപോലെ വട്ടം കറക്കിയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെയും പെയിൻ്റ് അടിക്കൽ. അങ്ങനെ ഫുൾ ഏകദേശം നമ്മുടെ പോട്ടിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. വീഡിയോസൊക്കെ ആണെങ്കിലും കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇപ്പം നല്ലതാക്കണോ, അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയായില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുമല്ലോ. അപ്പം ഞാൻ ഇത് മുഴുവൻ പൂവ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് വിചാരിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പോട്ടിൻ്റെ ഫൈനൽ ലുക്കെത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മേലെ നമ്മൾക്ക് അടിച്ചിട്ടില്ലേ, അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഓൾറെഡി നമ്മുടെ ബഡ്സിനകത്ത് നീല പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നീല പെയിൻറ്റും കൊണ്ട് തന്നെ മേലോട്ട് അടിച്ചു കൊടുത്തു. ബ്രഷൊന്നും എടുത്ത് വെറുതെ ഇതാക്കണ്ടല്ലോ വിചാരിച്ച് അതുകൊണ്ട് തന്നെ അങ്ങ് അടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഏകദേശം നല്ല നമ്മുടെ പെയിൻറ്റിങ് ഫുൾ കഴിഞ്ഞു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജസ്റ്റ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.